മതപ്പാടുള്ള കാട്ടാന കബാലി റോഡിൽ നിന്ന് മാറിയതോടെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം നേരിയ തോതിൽ പുനഃസ്ഥാപിച്ചു വന്ന ആശ്വാസകരമായ വാർത്ത. ആന പക്ഷേ ഇതുവരെ ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ടില്ല. കബാലിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം. നിൽക്കുന്ന ഹരിയന് റോഡ് കുറുക്കെ അങ്ങ് നിൽക്കുകയാണ്. എന്തോ വാശി കെട്ടി നിൽക്കുന്നില്ല കബാലി നിൽക്കുന്നത്. അതാണ് കബാലിയടാ കബാലി. വീണ്ടും ആൾക്കാരെ സന്തോഷിപ്പിക്കണം. അനുസരണയുള്ള ആനയാണ്. നന്നായിട്ട് നീങ്ങി കൊടുക്കാമെന്ന് വിചാരിക്കാം. അതും ഇനി വളവിലെങ്ങാണ് നല്ല മനുഷ്യന് നിൽക്കുകയാണെങ്കിൽ ഓക്കെ. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണം വീണ്ടും ഏർപ്പെടുത്തിയെന്ന സൂരജ് സജി പറയുന്നു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ സൂരജ്. എന്തായാലും കബാലി ഇപ്പോൾ ഈ റോഡിന് നടുവിൽ നിന്ന് മാറി അല്പം റോഡിനരികിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നിരയായി വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആന എപ്പോൾ വേണമെങ്കിലും ഈ റോഡിലേക്ക് ഇറങ്ങാവുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആന ഉൾക്കാട്ടിലേക്ക് വലിയാത്തതാണ് വലിയ ആശങ്കക്കിടയാക്കുന്നത്. എന്നാൽ പോലും ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മലക്കപ്പാറയിൽ നിന്ന് പുറപ്പെട്ട വാഹനങ്ങൾ ഇപ്പോൾ ഈ ആനക്കയം പിന്നിട്ട് പുളിയിലപ്പാറ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ നമുക്ക് നൽകുന്ന വിവരം. അവിടെ നിന്ന് ഇനി ചെക്ക് പോസ്റ്റിലേക്ക് അധിക ദൂരമില്ല. ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് ആ മേഖലയിൽ നിന്ന് കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പും പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള ആനമലയിൽ ഇപ്പോൾ ഒരു ഗതാഗത നിയന്ത്രണം കൂടി വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മതപ്പാടിലുള്ള കൊമ്പൻ ഈ റോഡരികിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിൽ എത്തുന്ന ആളുകൾക്ക് ഈ അന്തർ സംസ്ഥാന പാതയിലൂടെ മലക്കപ്പാറയിലേക്ക് എത്താൻ കഴിയില്ല. മലക്കപ്പാറയിൽ നിന്ന് തിരിച്ച് അതിരപ്പള്ളിയിലേക്കും എത്താൻ കഴിയില്ല. പൊള്ളാച്ചി വഴി മാത്രമായിരിക്കും ഇനി ഗതാഗതം ഉണ്ടാവുക. പൊള്ളാച്ചി പാലക്കാട് റൂട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞ് അപകട സാധ്യത ഒഴിവായാൽ മാത്രമായിരിക്കും ഇനി ഗതാഗതം ഇതിലൂടെ ഇനി ഈ പാതയിലൂടെ പുനഃസ്ഥാപിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.